ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1ാം ക്ലാസ്സിൻ്റെ തേൻനിലാവിലെ 9ാമത്തെ പാഠം അൽ-ഇഹ്തിറാം, ബഹുമാനം. നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാം. ആദ്യത്തെ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. ആദ്യത്തെ നബിയാണ് ആദം അലൈഹിസ്സലാം. നമ്മുടെ പിതാവാണ് ആദം അലൈഹിസ്സലാം. നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാം. അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചു. ഇണയായി ഹവ്വാ ബീവിയെയും രണ്ടുപേരെയും സ്വർഗത്തിലാക്കി. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആദ്യത്തെ മനുഷ്യനാണ് ആദം നബി അലൈഹി സ്വലാം. ആദ്യത്തെ നബി ആദം അലൈഹി സ്വലാം. നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാം. അള്ളാഹു ആദം നബിയെ പടച്ചു, സൃഷ്ടിച്ചു. ഇണയായി ഹവ്വാ ബീവിയെയും രണ്ടുപേരെയും സ്വർഗത്തിലാക്കി. ആദം നബിയെ ആദരിക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. എല്ലാവരും സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. എന്തൊക്കെയാണ് അള്ളാഹു ആദരിച്ചത്? മസ്ജിദ്, ഖുർആൻ, കഅബ, മതഗ്രന്ഥങ്ങൾ, ഇതിനെയൊക്കെ ആദരിക്കണം. അള്ളാഹു ആദരിച്ചതിനെയൊക്കെ ആദരിക്കണം. അതുപോലെ മസ്ജിദ്, ഖുർആൻ, കഅബ, മതഗ്രന്ഥങ്ങൾ, ഇതിനെയൊക്കെ ആദരിക്കണം. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, ഗുരുനാഥന്മാർ, ഇവരെയും ആദരിക്കണം. അപ്പോൾ അള്ളാഹു ആദരിച്ച വസ്തുക്കളാണ് എന്ത്? മസ്ജിദ്, ഖുർആന്, കഅബ, മതഗ്രന്ഥങ്ങൾ. പിന്നെ അള്ളാഹു ആദരിച്ച വസ്തുക്കൾ മസ്ജിദ്, ഖുർആന്, കഅബ, മതഗ്രന്ഥങ്ങൾ. ഇനി നാം ആദരിക്കേണ്ട വ്യക്തികൾ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, ഗുരുനാഥന്മാർ, ഇവരെയൊക്കെ നാം ആദരിക്കണം. അടുത്തതാണ്, ഇവിടെ കേട്ട് വായിച്ച് മനസ്സിലാക്കാം. ആദം അലൈഹിസ്സലാം, ഹവ്വ, മസ്ജിദ്, അൽ ഉലമാ, അൽ അംബിയാ, അൽ മലായിക്കത്ത്, അസ്സുജൂദ്, അൽ ഔലിയാ, കഅബത്ത് മുഷറഫ്, ഖുർആൻ കരീം, അൽ അസാത്തീദ്, അൽ വാലിദാനി. എന്താണ് നമ്മൾ ആദരിക്കേണ്ട വസ്തുക്കളും വ്യക്തികളൊക്കെ പറഞ്ഞില്ല? മസ്ജിദ്, പിന്നെ കഅബത്തുൽ മുക്കറം, ഖുർആനുൽ കരീം, ഇതൊക്കെ നമ്മൾ ആദരിക്കേണ്ട വസ്തുക്കളാണ്. ഇനി വ്യക്തികളാണ് നമ്മൾ പറഞ്ഞത്. അമ്പിയാക്കൾ, ഉലമാക്കൾ, ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അത് ഉലമാ, അംബിയാ, മലായിക്കത്ത്, മലക്കുകൾ, വാലിദാനി, മാതാപിതാക്കൾ, അസാത്തീദ്, ഉസ്താദുമാർ, മനസ്സിലായില്ല? ഔലിയാക്കൾ, അവരൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നുജീബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആദ്യ മനുഷ്യൻ ആര്? ആദ്യ മനുഷ്യൻ ആരാണ്? ആദം നബി അലൈഹി ഇസ്ലാം. ആദം നബി അലൈഹി ഇസ്ലാം. ആദ്യത്തെ നബി ആര്? ആദം നബി അലൈഹി ഇസ്ലാം. നമ്മുടെ പിതാവ് ആര്? ആദം നബി അലൈഹി ഇസ്ലാം. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്ന് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ല? ആദം അലൈഹി ഇസ്ലാം. അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് പേര് പറയാൻ പഠിക്കുക. ഇനി ആദം നബിക്ക് സുജൂദ് ചെയ്തു ആരൊക്കെ? ആരൊക്കെയാണ് സുജൂദ് ചെയ്തത്? മലക്കുകൾ സുജൂദ് ചെയ്തു. ആദം നബിക്ക് സുജൂദ് ചെയ്തില്ല ആരാണ്? ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അള്ളാഹു ആദരിച്ച 4 വസ്തുക്കൾ. അള്ളാഹു ആദരിച്ച 4 വസ്തുക്കളാണ് എന്ത്? മസ്ജിദ്, കഅബത്തുൽ മുഷറഫ്, ഖുർആന്. ഇവിടെ പറഞ്ഞു മസ്ജിദ്, ഖുർആന്, കഅബ, മതഗ്രന്ഥങ്ങൾ, ഇങ്ങനെ 4 എണ്ണം പറഞ്ഞു കൊടുക്കുക. അള്ളാഹു ആദരിച്ച വ്യക്തികൾ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മാതാപിതാക്കൾ, മതപണ്ഡിതന്മാർ, ഗുരുനാഥന്മാർ. അപ്പോൾ ഇത് അങ്ങനെ ചോദ്യം വന്നാൽ പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ അള്ളാഹു ആദരിച്ച 4 വ്യക്തികൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് അൽ ഇഹ്തിറാം എന്ന ഈ 9ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇഹ്തിറാം ബഹുമാനം, ആദരവ് എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ. ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയാൻ കഴിയണം. ആദം നബിയുടെ ഇണ ആരാണ്? ഹവ്വാ ബീവി. ഹവ്വാ ബീവിയാണ്. 2 പേരെയും സ്വർഗത്തിലാണ് താമസിപ്പിച്ചത്. ആദം നബിയെ ആദരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ആരോടാണ് കൽപ്പിച്ചത്? മലക്കുകളോടാണ് കൽപ്പിച്ചത്. ഒക്കെ ഇവിടുന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.